എല്ലാവർക്കും മിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സമയം 4:20 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തോട്ടിൽപ്പാലത്തിനടുത്തുള്ള പൂതമ്പാറ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഞങ്ങൾ വയനാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സമയം ഉറങ്ങി, കുറേ നേരമുള്ളതുകൊണ്ട്. പിന്നെ നേരം വെളുത്ത് വന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണിത്. പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ എത്തി നോക്കുമ്പോൾ നല്ല കോടയായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഫുള്ള് കോട മൂടിക്കിടക്കുകയായിരുന്നു പാടങ്ങളൊക്കെ. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയപ്പോൾ സ്ഥലം മുന്നോട്ടുള്ള റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് പോലും കാണില്ലായിരുന്നു കോട വന്നിട്ട്. പിന്നെ ആ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് കണ്ടോ, അവിടെ നിന്നുള്ള ആകാശമൊക്കെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു. ഞങ്ങൾ ഫസ്റ്റ് പോയ മുതുമലയിലേക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതേ മയിലൊക്കെ ഉണ്ട്. മയിലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 2 മയിലുണ്ടായിരുന്നു കേട്ടോ. ഒരു മയിലിന് രണ്ടാമത്തെ മയിൽ അവിടെ ഉണ്ട്. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും നേരം നിന്നില്ല. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയപ്പോൾ കുറേ മാനുണ്ടായിരുന്നു കേട്ടോ. മാനിൻ്റെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയപ്പോൾ മുതുമല എത്താനായപ്പോൾ ഒരു ആനയും പിന്നെ കുരങ്ങന്മാരൊക്കെ കാണും. അപ്പം ഞങ്ങളിവിടെ മുതുമലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ടൈഗർ റിസർവിലാണ് ഉള്ളത്. ഒരു ബസ് സഫാരി ഉണ്ട്. അപ്പം ഞങ്ങളതിന് ടിക്കറ്റ് എടുത്തിട്ട് പോവാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ബസ് സഫാരി. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു നല്ലൊരു ആൽമരം പോലുള്ളൊരു മല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. പിന്നെ ഞങ്ങൾ ബസ് സഫാരിയിൽ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി. പിന്നെ അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ്. ഞങ്ങൾ മുതുമലയിലേക്ക് പോയപ്പോഴുള്ള കണ്ട മാൻകൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജീവികൾ വെള്ളം കുടിക്കുന്നൊരു കുളം പോലെ ഉണ്ടായിരുന്നു. കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു സ്ഥലത്ത് കല്ലൊക്കെ കൂട്ടി വെച്ച സ്ഥലത്ത് മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ 2 ആന ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിത്, പിന്നെ രണ്ടാമത്തേത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല തുമ്പിക്കൈയൊക്കെ കൊമ്പുമ്പോൾ ചാച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മരത്തുമ്മലൊക്കെ കാര്യമായിരുന്നു കേട്ടോ. ഇത് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഞാനും കയറിയിരുന്നു കേട്ടോ മരത്തുമ്മൽ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോകുമ്പോൾ റോട്ടിലൊരു കുരങ്ങനെ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ്ടോ 2-3 കുരങ്ങുട്ടികളുണ്ട്. അതിന് വലിയ കുരങ്ങ് ഉറക്കാന്ന് കേട്ടോ. കടി മേടിച്ച് ഞാൻ അവിടെ നിന്ന് മാറി. വേറൊരു കാഴ്ചയുണ്ട് ഗൈസ്. ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ അടുത്തുള്ള തോട്ടിന്ന് ആന കുളിച്ച് കയറി വരുന്നതാണ് കേട്ടോ കാണുന്നത്. ആനേൻ്റെ പുറത്തിരിക്കുന്ന ആനപ്പപ്പ വലിയ ഫോൺ വിളിയില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങി. ഞങ്ങൾ പോകുമ്പോൾ കണ്ടൊരു കോമഡി കാഴ്ചയാണ് കേട്ടോ ഇത്. പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയപ്പോൾ എടുത്ത 1-2 ഫോട്ടോസാണ് കേട്ടോ ഇത്. പോകുമ്പോൾ കണ്ടിൽ ഏറ്റവും ഇഷ്ടമായ സ്ഥലമാണ് കേട്ടോ.
ഇപ്പം ഞങ്ങൾ ഊട്ടിയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെടികളൊക്കെ പുല്ല് പോലെയുള്ള ചെടികളൊക്കെ വെട്ടിയിട്ട് ഒരു ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇത്. അവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂക്കളും ഇറങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ കയറിപ്പോയ വഴിയാണത്. അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇത് ഇവിടെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിനുള്ളിൽ വരാൻ നോക്കുക വരുന്നവർ. പിന്നെ അവിടുന്ന് ബബിള് വിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു പൂതി ബബിൾസ് ഇങ്ങനെ വിടണം. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തി. പിന്നെ ഞങ്ങൾ ഊട്ടിയിലുള്ള ഒരു ലേക്കിലേക്കാണ് പോയത് കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഒരു തടാകം ഉണ്ട് കേട്ടോ. അപ്പോൾ അധികമൊന്നും കാണാനൊന്നുമില്ലായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ബോട്ടിങ്ങും കുറച്ച് റൈഡ്സും ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഐ ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വേണേൽ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾ അവിടെയും ഒരു കുഞ്ഞി ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു സൈഡിൽ, അതിൽ ചെറിയൊരു ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ നടന്നു പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ലേക്ക്. പിന്നെ ഞങ്ങൾ അവിടെ കടയിൽ കയറി ഹോട്ട് ചോക്ലേറ്റിൻ്റെ കേക്ക് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മാറി മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയിട്ടോ വണ്ടിയിലേക്ക്. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്തോട്ട് നടക്കുകയാണ് കേട്ടോ.
അപ്പം ഞങ്ങൾ വണ്ടിയിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ തപ്പിപ്പോവാണ്. അപ്പം ഞങ്ങൾ ഹോട്ടലിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോട്ടലിൻ്റെ താഴെയുള്ള ഒരു കടയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഹോട്ടലിന് താഴെ തന്നെ ഉണ്ട് കേട്ടോ കട. ടീ സ്റ്റാൾ എന്ന ഒരു കടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചു. തിരിച്ചു പോവാ.